സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോൾ നമുക്ക് ഉപവസിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സമയമില്ല. രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പോലും സമയമില്ല. ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവിക പാതയിൽ സഞ്ചരിക്കുമ്പോൾ സമയം നമുക്ക് തികയത്തില്ല. കാരണം വലിയ എഫോർട്ടുള്ള ജോലിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദേശത്തിന്റെ കാവൽക്കാരനാണ്, പോരാ രാജ്യത്തിന്റെ കാവൽക്കാരാണ് നാം. നിങ്ങൾ ദൈവത്തിന് മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ദൈവസാന്നിധ്യം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആ മലയിൽ പോകണ്ട, ഈ മലയിൽ പോകണ്ട. സത്യവൻ നമസ്കാരികൾ കൂടിച്ചേരുന്നത് എവിടെയാണോ? 2-3 പേർ യേശുവിന്റെ നാമത്തിൽ കൂടിച്ചേരുന്ന ഇടത്തിൽ നിശ്ചയമായ ദൈവ സാന്നിധ്യമുണ്ട്. ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. സത്യനമസ്കാരികൾ ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. നിങ്ങളിൽ ഓരോരുത്തരിലും ദൈവം വസിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചൊരുമനപ്പെട്ട ഒരിടത്തിൽ കൂടുമ്പോൾ അവിടെ നിശ്ചയമായി ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. ദൈവിക വാഗ്ദത്തത്തിന്റെ ശക്തിക്കായി നന്ദി ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുക. നമുക്ക് അല്പം വിശുദ്ധ ചിന്തയ്ക്കാധീനമായി യോന പ്രവചനം 3-ാം അധ്യായം 15-ാം. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ ഒരൊറ്റെടുത്ത് വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കലെത്തിയാറെ അവർ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ടുപൊതിച്ച് വിണ്ടുകളിലിരുന്ന് അവർ നിലവയിൽ എങ്ങും ഘോഷിച്ച് പരസ്യമാക്കിയതെന്നാണ്. നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു, ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്ത് ചെറിയവരും വലിയവരും ഒരുപോലെ ഉപവസിക്കുന്ന അനുഭവം. താഴേക്ക് വായിക്കുമ്പോൾ അറിയാം, ആ മൃഗങ്ങൾ പുല്ലുന്നില്ല, മനുഷ്യർ ഭക്ഷണം ആസ്വദിച്ചില്ല, മറിച്ച് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പുതിയ നിയമം നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു യേശു തന്നെ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നിങ്ങളെ വിട്ട് നീങ്ങി പോകത്തില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുകയാണ്. കാരണം എന്താണെന്നറിയാമോ? ദൈവജനത്തിന് വിരോധമായി, ദൈവിക പദ്ധതിക്ക് വിരോധമായി, ആരാധനയ്ക്ക് വിരോധമായി, നന്മയ്ക്ക് വിരോധമായി വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളോട് പോരാടണമെങ്കിൽ ഒരാത്മാവിന്റെ കൃപ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമാണ്. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരത്തോടും ഈ ലോകത്തിന്റെ പ്രഭുവിനോടത്രേ. അങ്ങനെയെങ്കിൽ ഈ നാടുകളിൽ ആ അന്ധകാര മണ്ഡലങ്ങളോട് പോരാടണമെങ്കിൽ ദൈവിക കൃപ ഏറ്റെടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ യോന എന്ന പ്രവാചകനെ നമുക്ക് കാണുകയാണ്. ദൈവത്തിന്റെ നാവായി നിൽക്കുന്ന യോന പ്രവാചകൻ ദൈവത്തിൽ നിന്ന് വഴിമാറി, ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് വഴിമാറുവാനിടയായിത്തീരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് എത്ര അഭിഷക്തനാണോ, ദൈവ കൃപയുള്ളവനാണോ, ദൈവദാസനാണോ, ഏതെല്ലാം കൃപാവരങ്ങൾ ഉള്ളതാണോ എന്ന് പറഞ്ഞിട്ട് പ്രയോജനമില്ല. ദൈവിക കൃപയിൽ നിന്ന് വഴി മാറിപ്പോയാൽ സാത്താൻ വിളനിലമാക്കി മാറ്റി പരസ്യക്കോലമാക്കി മാറ്റുന്ന മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ദൈവകൃപയിൽ നിന്നതാ, ഞാൻ ആരാധിച്ചതാ, ഞാൻ അന്യഭാഷ പറഞ്ഞതാ, ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നവനാ, ഞാൻ വെളിപ്പാട് കണ്ടവനാ, ദർശനം കണ്ടവനാ, പ്രവചിക്കുന്നവനാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു? ഇപ്പോൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഇപ്പോൾ എങ്ങനെയായിരിക്കുന്നു? ആ ഇപ്പോഴുള്ള മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യോന പ്രവാചകൻ ദൈവത്തിന്റെ അരുളപ്പാടായി നിന്ന യോന പ്രവാചകൻ തന്റെ സാഹചര്യങ്ങളെ നോക്കി, തന്റെ കണ്ണാലെ കാണുന്ന സാഹചര്യങ്ങളെ നോക്കി സാഹചര്യങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ്. ദൈവമനോട് ആലോചന പറഞ്ഞത് നിനവിലേക്ക് പോകാൻ പറഞ്ഞു. ഇപ്പോൾ അവൻ എവിടെയാ? തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പലിൽ കയറിയിരിക്കുകയാണ്. എങ്ങോട്ടാണോ പോകാൻ പറഞ്ഞത്, ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കുമ്പോൾ അനുസരണയോടുകൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനിടയായി. എന്നാൽ പോകുന്ന യാത്രയിൽ ആ ദൈവത്തിന് വിരോധമായി
ആ ചിന്തിച്ച് കടന്നു പോകുന്ന മേഖലകളെല്ലാം അവന് പ്രതിസന്ധിയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന പ്രിയ ദൈവമക്കളെ, കടന്നു പോകുന്ന മേഖലകളെല്ലാം ബ്ലെസ്സിംഗ് ആയിരിക്കും, അനുഗ്രഹമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ നമ്മുടെ ഇഷ്ടപ്രകാരം യാത്ര ചെയ്യുമ്പോൾ കടന്നു പോകുന്ന മേഖലകളെല്ലാം ശുഷ്കമായിരിക്കും, അസ്വസ്ഥത ഉണ്ടാകും, പോരാട്ടങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ കടന്നു വരും. യോന തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കയറി അടിത്തട്ടിൽ കിടന്നുറങ്ങുകയാണ്. കാരണം എന്താണെന്നറിയോ? ആത്മാക്കളെ കുറിച്ചുള്ള ചിന്തയില്ല, പ്രാർത്ഥിക്കാനുള്ള വിഷയങ്ങളില്ല. കാരണം സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്യുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയാണ് പ്രിയ ദൈവമക്കളെ. നമ്മുടെ ഇഷ്ടത്തിന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭാരവുമില്ല, പ്രാർത്ഥിക്കാൻ വാചകങ്ങളില്ല, അത് ഉപവസിക്കാൻ വിഷയങ്ങളില്ല. ഹല്ലേലൂയ. സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എല്ലാം ശരിയാണ്, ഞാൻ ചിന്തിക്കുന്ന ചിന്തകൾ ശരിയാണ്, ഞാൻ ആലോചിക്കുന്ന ആലോചനകൾ ശരിയാണെന്ന് ചിന്തിക്കുവാനിടയായി തീരും. എന്നാൽ ദൈവത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന പ്രിയ ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, ആരാധിക്കാൻ സമയമുണ്ട്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സമയമുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദേശം നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം തന്നിരിക്കുകയാണ്, ദേശവാസികളെ നമ്മുടെ കരങ്ങളിലേക്ക് തന്നിരിക്കുകയാണ്. സഭയെ നമ്മൾക്ക് തന്നിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ? സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ലോക അധിപതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനേക ദൗത്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന പ്രിയ ദൈവമക്കളെ, അടങ്ങിയിരിക്കാൻ സമയമില്ല. അനേക ദൗത്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോകുമ്പോൾ നമുക്ക് ഉപവസിക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സമയമില്ല. രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പോലും സമയമില്ല. ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കുക, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവിക പാതയിൽ സഞ്ചരിക്കുമ്പോൾ സമയം നമുക്ക് തികയത്തില്ല. കാരണം വലിയ എഫോർട്ടുള്ള ജോലിയാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദേശത്തിന്റെ കാവൽക്കാരനാണ്, പോരാ രാജ്യത്തിന്റെ കാവൽക്കാരാണ് നമ്മൾ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഇവിടെ യോവന പ്രവാചകന് ഒരു ജോലിയില്ല. കാരണം എന്താണെന്നറിയോ? താൻ സഞ്ചരിക്കുന്നത് തന്റെ പാതയിലാണ്. തന്റെ പാതയിലൂടെ സഞ്ചരിച്ചപ്പോൾ എന്താ സംഭവിച്ച്? അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അവനോട് 7 ചോദ്യം. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഒന്നും പോകുന്നില്ല, ഞാൻ ഒന്ന് തൊട്ടുവിട്ടങ്ങ് പോകുന്നു. കപ്പൽ പ്രമാണി യോന പ്രവാചകനോട് 7 ചോദ്യം. നീ ഉറങ്ങുന്നത് എന്തിനാ? ആരുടെ നിമിത്തമാണ് ഈ അനർത്ഥം വന്നത്? നിന്റെ തൊഴിലെന്താണ്? നിന്റെ ജാതി എന്താണ്? നീ ഏത് ദേശക്കാരൻ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനെല്ലാം മണിയായിട്ട് ഉത്തരം പറയുക. അവസാനം അവനൊന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു മടങ്ങി വരവന്റെ ദൂതാണ് പറഞ്ഞത്. കരയും കടലും സൃഷ്ടിച്ച അഖിലാണ്ടത്തിന്റെ ഉടയവനും സർവസൃഷ്ടിക്ക് കാരണഭൂതനായിരിക്കുന്ന ദൈവത്തെ ഭുജിച്ചു വരും. ആ ദൈവത്തെ ആരാധിക്കുന്നവനാണ് ഞാൻ. അവര് കപ്പൽ പ്രമാണിയിൽ എഴുന്നേറ്റ് പറയുക, എന്തോ ദൈവം നമ്മളോട് കോപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അതാത് ദേവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ യോന തന്റെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് മനസ്സിലായത് ഞാൻ ആരാന്ന് മനസ്സിലായിട്ട് എഴുന്നേറ്റ് പറയുകയാണ്, എല്ലാ നാമത്തെക്കാളും മേലായ നാമത്തെ ആരാധിക്കുന്നവനാണ് ഞാൻ. ഹല്ലേലൂയ. കടൽ ക്ഷോഭിച്ചിരിക്കുന്നു, കരപറ്റുവാൻ കഴിയത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എന്നെ കടലിലേക്ക് എടുത്തെറിയാം. ഹല്ലേലൂയ. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ കഴിയും? പരിശുദ്ധാത്മാവിന്റെ വലിയ നിയോഗമുള്ളത് കൊണ്ടാണ്. തന്റെ മടങ്ങിയ വരവിനെ ദൈവം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് യോനയെ ഏറ്റെടുക്കുകയായിരുന്നു. ഹല്ലേലൂയ. തെറ്റിപ്പോയ അനുഭവത്തിൽ നിന്ന് താൻ മടങ്ങി വന്നു. എങ്ങനെ മടങ്ങി വന്നു? കരയും കടലും സൃഷ്ടിച്ച സർവശക്തനായിരിക്കണം ദൈവത്തെ ആരാധിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് ദൈവഭാഗത്തേക്ക് അവൻ മടങ്ങി വന്നപ്പോൾ ദൈവം അവനെ കരങ്ങളിൽ ഏറ്റെടുത്തു എന്നുള്ളൊരു
നിയോഗം അവനുള്ളത് കൊണ്ട് പറയും, കടലിൽ താണുപോയാലും എന്നെ ഈ വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഈ കടലിൽ ക്ഷോഭിച്ചിരിക്കുന്ന സമയത്ത് കപ്പലിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. വെള്ളത്തിൽ വീണാലും വെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ഒരു ആത്മബോധം അവനുള്ളത് കൊണ്ട് അവൻ പറയുക, എന്നെ കടലിലേക്ക് എടുത്തെറിയേ. പറഞ്ഞതുപോലെ തന്നെ കപ്പൽ പ്രമാണം ചെയ്ത് ഒരു മടങ്ങി വരവ് അവനുള്ളത് കൊണ്ട് വലിയ തിമിംഗലത്തെ ദൈവം ഒന്നമേ കരുതിയിരുന്നു. ആ വലിയൊരു മത്സ്യം വന്ന് അവനെ വിഴുങ്ങി എവിടെ കൊണ്ടായി ശ്രദ്ധിച്ചു? 3 ദിവസം കഴിഞ്ഞ് എവിടെ കൊണ്ടായി ശ്രദ്ധിച്ചിട്ടെ? നിനവേയിൽ കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ട് എങ്ങോട്ടാണ് അവൻ പോകേണ്ടത് അവിടെ കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ട്. ഞാൻ ഓർക്കുകയാണ്, വലിയൊരു മത്സ്യം വന്ന് അവനെ വിഴുങ്ങിയെങ്കില് അവിടെ അവൻ ചുമ്മാ ഉറങ്ങുകയല്ലായിരുന്നു. 3 രാവും പകലും മടങ്ങി വന്ന യോന പ്രവാചകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. മനസ്സിലാകുന്നുണ്ട്, പിന്മാറ്റം എന്നുള്ളത് ഒരു ബന്ധനമല്ല, മറിച്ച് പിന്മാറ്റത്തിൽ നിന്നും മടങ്ങി വരുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അത് ഏറ്റവും ധന്യകരമാണ്. ദൈവം നമ്മളെ ഇണങ്ങിയ ആയുധമായി ഉപയോഗിക്കുവാൻ ഇടയായിത്തീരും. ആ പിന്മാറ്റത്തിലൂടെ മുൻപോട്ട് പോകുക എന്നുള്ളതല്ല, ആ പിന്മാറ്റത്തിൽ നിന്ന് മടങ്ങി വന്നാൽ ഇരുകരവും കൂട്ടി നമ്മെ സ്വീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ സകല കഷ്ടത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. സകല അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവഭാഗത്തേക്ക് അവൻ മടങ്ങി വരികയാണ്. അവസാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ദൈവഭാഗത്തേക്ക് മടങ്ങി വന്നപ്പോൾ ആ തിമിംഗലം അവനെ നിനവേയിൽ കൊണ്ടുപോയി ശബ്ദിച്ചിടുവാനിടയായത്. കരുണയെന്ന് നിനവക്കാർക്ക് ദൈവം അരുളി ചെയ്ത ദൂത് നിനവാക്കാരോട് ശക്തമായി സംസാരിക്കുകയാണ്. മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും മേയ്ക്കുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ടുപതിച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താന്താന്റെ ദുർമാർഗം താന്താന്റെ കൈക്കിലുള്ള സാഹസവും വിട്ട് മനം തിരികെയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് ഈ നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവർ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കാം. ആർക്കറിയാം, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവങ്ങളുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അർത്ഥത്തെ കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയുമില്ല. മക്കളെ, നമ്മൾ ഉപസിക്കുന്നത് വെറുതെ അല്ല, ആരാധിക്കുന്നത് വെറുതെ അല്ല, ഹല്ലേലൂയ പറയുന്നത് വെറുതെ അല്ല, സ്തോത്രം പറയുന്നത് വെറുതെ അല്ല. കാരണം എന്താണെന്നറിയാമോ? ഈ വക പ്രാർത്ഥനയിൽ സ്വർഗം പ്രസാദിക്കുകയാണ്. ഹല്ലേലൂയ, സ്വർഗം പ്രസാദിക്കുകയാണ്. സ്വർഗം പ്രസാദിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം ചെയ്യുമെന്ന് നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ, സ്വന്തക്കാരെ, ബന്ധുമിത്രാദികളെ, ദേശക്കാരെ ഉന്മൂലനിവാസമാക്കുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട്, അതിൽ നിന്ന് വിമുക്തി പ്രാപിച്ചുകൊണ്ട് ആ ചെയ്യുമെന്ന് ദൈവം അനർത്ഥങ്ങളെ അയക്കുമെന്ന് പറഞ്ഞ് അത് ചെയ്യാതെ വണ്ണം അവരെ സംരക്ഷിക്കുവാനിടയാണ്. എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അതുകൊണ്ട് ഈ നാളിൽ എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ, പിന്മാറ്റം എന്നുള്ളത് ഒരു ദൈവ നിന്ദയല്ല, മറിച്ച് പിന്മാറ്റത്തിൽ നിന്നും മടങ്ങി വരിക എന്നുള്ളതാണ് ദൈവിക പദ്ധതി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവഭാഗത്തേക്ക് മടങ്ങി വരുമ്പോൾ നമ്മളെ എങ്ങനെയാണോ ദൈവം ഉപയോഗിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാൽ ദൈവം, ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നാത്ത അളവില് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നാളുകളിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഹല്ലേലൂയ. ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ആഗ്രഹപ്രകാരം മുൻപോട്ട് പോകുമ്പോൾ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടെ ഹൃദയത്തിൽ തോന്നാത്ത അളവിൽ ദൈവത്തിന് വലിയ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, ദുരിതങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, മനപീഠങ്ങളുണ്ട്. എങ്കിലും ദൈവത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന പ്രിയ ദൈവമക്കളെ, അനർത്ഥം വ്യസനകരമായി തീരാതെ വണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായി വെളിപ്പെടുവാനിടയായി തീരുകയാണ്.
ദൈവത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ദുഷ്ടനോ ദൃഷ്ടി വെക്കാതെ വണ്ണം ദൈവത്തിന്റെ സംരക്ഷണയുണ്ട്. അതുകൊണ്ടാണ് ഇയ്യോബിനോടുള്ള ബന്ധത്തിൽ പറയുന്നത്, സാത്താനോട് ദൈവം ചോദിക്കുക, നീ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചോ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗമുണ്ട്. നമ്മളെ മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്ന ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ബലമുള്ള കരത്തിന് കീഴിൽ നമ്മളായിരിക്കുമ്പോൾ ഒരു ദുഷ്ടനും ദൃഷ്ടി വെക്കാതെ വണ്ണം ഹല്ലേലൂയ സംരക്ഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്. കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാരെ കൊണ്ട് കൽപ്പിച്ചാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത നമ്മുടെ ജീവിതത്തിലുണ്ട്. ഏതെല്ലാം രോഗങ്ങൾ വന്നു, ഏതെല്ലാം കഷ്ടതകൾ വന്നു, ഏതെല്ലാം ദുഃഖങ്ങൾ വന്നു, ആ ദുഃഖത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും വിടുതൽ പ്രാപിച്ച് പുറത്തു വന്ന് ഇന്നും ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേശീയായി നിലനിർത്തിയെങ്കിൽ അവന്റെ കരുതലല്ലാതെ ദൈവത്തിന്റെ വിശ്വസ്തതയല്ലാതെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ പറയുവാനുള്ളത്? ഒരു കഴിവോ അറിവോ ബുദ്ധിയോ ഒന്നുമില്ലാത്ത നമ്മളെ ഇത്രത്തോളം ശ്രേഷ്ഠതയോടെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നന്ദിയോടെ സ്തോത്രം.